السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وأتم الحج والعمرة لله. صدق الله وصدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع شفاعته على الصراط إذا ما زنوا. അഭിവന്യരും ആദരണീയരുമായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ബക്കയുടെ സഹപ്രവർത്തകന്മാരെ, സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ സംഗമം അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ പരിഗണിച്ച് പെരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്ന നേരം കാമിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ഉറക്ക ഉച്ചരിച്ച് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും അഹ്ലുകാരെയും ഇന്നേ വരെ നമ്മുടെ ബക്കയിലൂടെ ഹജ്ജ് ഉംറ ചെയ്ത മുഴുവൻ ഹാജിമാർ കുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിഷയാവതരണത്തിന് സമയം വളരെ പരിമിതമാണ്. നമ്മുടെ മുമ്പിൽ വിഷയം വളരെ ദൈർഘ്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ കാണണം, പരിചയപ്പെടണം, അറിയണമെന്ന് ആഗ്രഹം ഒന്ന്. രണ്ട്, ചെയ്യാൻ പോകുന്ന ഉംറയെ കുറിച്ചുള്ള പ്രായോഗികമായ ഒരു രീതി പഠിക്കണം, കേൾക്കണം. അതിനാണല്ലോ നിങ്ങൾ വന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനങ്ങളുടെ കരിപ്പതി പറഞ്ഞതുപോലെ ഞാൻ നാളെ പോവുകയാണ്. നാളെ നമ്മുടെ സംഘം പോകുന്നുണ്ട്. 17 നമുക്ക് ബാച്ച് ഉണ്ട് നാളെ. ഇതിൽ ഞാനാണ് അമീറായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് വെച്ച് പോകാം എന്ന നിലക്കാണ് ഇപ്പൊ ഇന്ന് ക്ലാസ് വെച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ 20-ാം തീയതി വേറെ നമുക്ക് ബാച്ച് വരാണ്ട് സദിയത്തുൽ അക്ബർ യമാനി, 24-ാം തീയതി സൈദലി ഉസ്താദ്, പിന്നെ 31-ാം തീയതി, പിന്നെ അടുത്ത മാസം 5-ാം തീയതിയാണ് കരീം ഫൈസി അമീറായിട്ട് നേതൃത്വം നൽകുന്നത്. 10-ാം തീയതിയാണ് യൂനിസ് ഫൈസി നേതൃത്വം നൽകുന്നത്. പിന്നെ 17-നുണ്ട് അലവിദാരിനി, 18-നുണ്ട്, 19-നുണ്ട്. ഇങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞ ഒരുപാട് ട്രിപ്പുണ്ട്. അൽഹംദുലില്ലാഹ് ഒക്കെ നല്ല രൂപത്തിലാകാൻ നിങ്ങളെ ദുആ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊക്കെ ദുആ വർക്കത്തുകൊണ്ടാണ് നമ്മളെ ശക്തി, നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത് നിങ്ങളാണ്, നമ്മുടെ ഹാജിമാരാണ്. ആത്മാർത്ഥമായ അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ മുതൽക്കൂട്ട്. അത് ഉണ്ടാകണമേ എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത് മാത്രം ശ്രദ്ധിക്കുക. കഅബയെ ഒന്ന് പരിചയപ്പെട്ടാലോ? സന്തോഷല്ലേ? ആദ്യം കഅബയെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നോക്കൂ. കരീം ഉസ്താദ് ഓതിയ ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീ ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. ഇതാണ് മഖാമു ഇബ്രാഹിം. ആരാധനയ്ക്ക് വേണ്ടി അർഹമുർ റഹീമായ റബ്ബ് ആദ്യമായി ഉലകത്തിൽ തുറന്നു തന്ന ഭവനമാണ് പരിശുദ്ധമായ കഅബ എന്നർത്ഥം. ബക്ക എന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്, മക്കയുടെ പേരാണ്. ഇസ്മു മക്ക, മക്കന്റെ പേരാണ് ബക്ക. മക്ക എന്ന് പറഞ്ഞാൽ അറിയോ? മക്ക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന് മൊത്തം പറയും മക്ക മക്ക. ഒരാൾ തെന്നയിലാണ്, ജൈറാനിയിലാണ്, അറഫിയിലാണ്, മിനിയിലാണ്, സുബൈസിയിലാണ്, ഹുദൈബിയിലാണ്. ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോ എവിടെയാണ്? ഞാൻ മക്കത്താണ്. പക്ഷെ ബക്ക എന്ന് പറയണമെങ്കിൽ അൽ കഅബത്തു വമാ ഹൗലഹാ. ഇതാണ് ബക്കയും മക്കയും തമ്മിലുള്ള മാറ്റം. ബക്ക എന്ന് പറയണമെങ്കിൽ ഇതിന്റെ ഉള്ളില് ഇവിടെ കഅബി പരിസരം. അല്ലാതെ നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ പക്കത്താണെന്ന് പറയില്ല, മക്കത്താണെന്ന് പറയാം. വ്യത്യാസം മനസ്സിലായില്ലേ? രണ്ടും മക്കന്റെ പേരാ, ഖുർആനിൽ പറയപ്പെട്ട പേരാ. മക്കാന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും ബിബത്നി മക്കത. ഖുർആനിൽ മക്കന്റെ പേര് അല്ലാഹു പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത. ബക്കന്റെ പേരും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അപ്പോ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ. ഈ കഅബയിലും അതിന്റെ പരിസരങ്ങളിലും അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഖുർആൻ. ആയാത്തും ബയ്യിനാത്തും എന്നാ പറഞ്ഞത്. ആയത്തും ബയ്യിനത്തും അല്ല, ഒരുപാടുണ്ട്. പക്ഷെ എടുത്ത് ഞാൻ പറയുന്നത് അല്ലാഹു പറയാണ്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്ക് കൺകുളിർക്ക് കാണാനും നിങ്ങളുടെ ശരീരം ചേർത്ത് വെക്കാനും കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാനും പര്യാപ്തമായ ഒരുപാട് വിഭവങ്ങൾ കഅബയിലും പരിസരങ്ങളിലും ഉണ്ട്. പക്ഷെ ഒന്ന് ഞാൻ എടുത്ത് പറയാം, മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം അതിലുണ്ട്. ഈ ആയാത്തും ബയ്യിനാത്തും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞില്ല. ഖുർആനിൽ പറഞ്ഞത്
മഖാമു ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മഖാം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളില് നിങ്ങൾ തവാഫ് ചെയ്യുന്ന നേരത്ത് വേണ്ട, അതല്ലാതെ ഒഴിവുള്ള ഹറമക്ക് വരുമ്പോ ഒന്ന് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ഇതിലേക്ക് നോക്കുള്ളൂ. ഇതൊരു സ്വർണ്ണ കൂടാരാണ്, സ്ഫടികാണ്, ഗോൾഡ് കളർ. അതിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ 2 കാൽപാദങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച കല്ലുകൾ കാണാം. ഇതാണ് മഖാം ഇബ്രാഹിം. സ്വർഗത്തിൽ നിന്നുള്ള യാഖൂത്തിനാലുള്ള കല്ലാണ് മഖാം ഇബ്രാഹിമും ഹജറുൽ അസ്വദും എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ 2 വിഭവങ്ങളെ കാണാൻ കഅബയിലേക്ക് പോകുന്ന നമുക്ക് സാധിക്കുന്നു എന്നർത്ഥം. ഒന്ന് ഹജറുൽ അസ്വദ് എന്ന കല്ല് സ്വർഗീയ കല്ലാണ്, 2 മഖാം ഇബ്രാഹിം എന്ന കല്ലും സ്വർഗീയ കല്ലാണ്. അല്ലാഹു അതൊക്കെ കൺകുളിർക്കെ കാണാനും പുണ്യങ്ങൾ കരകതമാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉംറക്ക് ഉദ്ദേശിച്ച് സദസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുണ്ടോ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് കഅബയിലുള്ളത് നമുക്ക് നോക്കാം. അള്ളാഹു എടുത്തു പറഞ്ഞത് മഖാം ഇബ്രാഹിം, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇത് കാണുമ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാധ്യമമാണ് മഖാം ഇബ്രാഹിം. കോടാനുകോടി ജനങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമാണ് മഖാം ഇബ്രാഹിമിന്റെ തിരുസവിധം. മഖാം ഇബ്രാഹിം നിസ്കരിക്കുന്ന സ്ഥലമാക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ലുള്ള ആ ഭാഗം നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമാക്കണേ. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ അഭികാമ്യം മഖാം ഇബ്രാഹിമിന്റെ പിന്നിലാണ്. സാധിക്കാതെ വന്നാലാണ് മറ്റു സ്ഥലങ്ങളെല്ലാം പരിഗണിക്കേണ്ടത്. നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുക എന്നത് ചാരി നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ തവാഫ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവും. കുറച്ചങ്ങോട്ട് ബേക്കിലേക്ക് ഒഴിഞ്ഞു പോയി നമുക്ക് മഖാം ഇബ്രാഹിമിനെ നിന്ന് നിസ്കരിക്കാൻ സാധിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അപ്പൊ മഖാം ഇബ്രാഹിം കഅബയിൽ നമുക്ക് കാണാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽ വിഭവങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നാണ് മഖാം ഇബ്രാഹിം. അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞതുമാണ്. സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ്. ചരിത്രമൊക്കെ വളരെ വിശാലാണ്. ചരിത്രങ്ങളിലേക്കൊന്നും വിശാലമായി ഞാൻ പോകുന്നില്ല. കാര്യം പ്രായോഗികമായ അവതരണത്തിന് സമയം ലഭ്യമാകില്ല എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൈകൊണ്ട് ഇങ്ങനെ കഅബ നിർമ്മിച്ച് കൈകൊണ്ട് കല്ലും മണ്ണൊക്കെ എത്തുന്നൊരു പരിധി ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എത്തൂലല്ലോ. അന്നത്തെ കാലത്താണെങ്കിൽ സംവിധാനമുണ്ട്, കോണിയുണ്ട്, അല്ലെ, പല സംവിധാനങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ലിഫ്റ്റില്ല, ഒന്നുമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി പഠിച്ചോനെ ഇനി എങ്ങനെ ഞങ്ങൾ ഉയരത്തിലേക്ക് കല്ല് വെക്കുക, എങ്ങനെ എന്റെ മോനെന്നെ സഹായിക്കാൻ പറ്റുക, എങ്ങനെ എനിക്കത് വാങ്ങിയിട്ട് അവിടെ വെക്കാൻ പറ്റുക. ഈ നേരത്താണ് സ്വർഗത്തിൽ നിന്നുള്ള ഈ ലിഫ്റ്റാകുന്ന മഖാം ഇബ്രാഹിം ആകുന്ന കല്ലുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇബ്രാഹിം നബിക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും എത്ര ഉയരത്തിൽ പോകണമെങ്കിലും കേറിക്കോളൂ, പോയിക്കോളൂ. അയാൾ കയറി, ബിസ്മില്ലാഹ്, ഉയർന്നു, വെച്ചു, ഇറങ്ങി. അടുത്തത് പിന്നെ തിരിയണം. ആ നിലക്കൊരു ലിഫ്റ്റായി അന്നത്തെ കാലത്ത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല മാറ്റിക്കൊടുത്ത അത്ഭുതകരമായ സ്വർഗീയ കല്ലാണ് മഖാം ഇബ്രാഹിം. ഈ കണ്ണാടിക്കൂട്ടിൽ നമ്മെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അല്ലാഹു അവിടെ ചെന്ന് അതൊക്കെ കണ്ട് നിർവൃതി അടയാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. മറ്റൊരു ദൃഷ്ടാന്തം, കഅബയിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ മറ്റൊന്ന് ഹജറുൽ അസ്വദ്. നോക്കൂ, ഈ വാതിലിന്റെ അടുത്തുള്ള ഈ മൂല, തെക്ക് കിഴക്ക് മൂല, കഅബ 4 മൂല കണ്ടില്ലേ, ഇങ്ങനെയാണല്ലോ കഅബ. അതിപ്രധാനമായ മൂല ഈ മൂലയാണ്. എന്തുകൊണ്ട്? ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്, ഇവിടെയാണ് വാതിലുള്ളത്. അതിന്റെ ഇടയിലുള്ള ഈ 2 മുഴം സ്ഥലമാണ് മുൽത്തസം എന്ന് പറയുന്നത്. തവാഫ് തുടങ്ങുന്നവരൊക്കെ തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിന്റെ അവിടുന്നാണ്. 7 ചുറ്റി ഇവിടെ എത്തുമ്പോഴാണ് തവാഫ് അവസാനിക്കുന്നത്. ആ നിലക്ക് അതിപ്രധാനമായ ഒരു വിഭവം സ്വർഗീയ കല്ലാണ് ഹജറുൽ അസ്വദ്. പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് വെള്ളിക്കൂടാരാണ്, വെള്ളിക്കെട്ടാണ്. അത് ആവരണമാണ്, സുരക്ഷാഭിത്തിയാണ്. അത് ഹജറുൽ അസ്വദ് അല്ല. പുറത്തേക്ക് ഇങ്ങനെ തുറച്ചു നിൽക്കൂലേ ഈ വെള്ളിക്കെട്ട്, അത് ഹജറുൽ അസ്വദിന് പൂർണ്ണം ഏൽക്കാതിരിക്കാനുള്ള, അടർന്ന് വീഴാതിരിക്കാനും തകർക്കപ്പെടാതിരിക്കാനുമുള്ള ഒരു ആവരണമാണ്, സുരക്ഷാ ഭിത്തിയാണ്, തടയിലയാണ് ഈ വെള്ളിക്കെട്ട്. ഹജറുൽ അസ്വദ് കഷ്ണങ്ങളാണ്. അത് ഇതിന്റെ ഉള്ളിലാണ്. മുഖം അതിലേക്കണ്ട്
അമർത്തി വെച്ചാലേ ഹജറുൽ അസ്വദിനെ ചുംബിച്ചവരാകാൻ സാധിക്കുകയുള്ളൂ, ചുംബിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു ആ ഭാഗ്യവും നമുക്ക് നൽകട്ടെ. ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ളത് കുറച്ച് ശ്രമകരാണ്. അല്ലാഹുവിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് എല്ലാവർക്കും അതൊക്കെ മുട്ടിമടക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഹജറുൽ അസ്വദ് ശരിക്കും കിട്ടണമെങ്കിൽ ഒന്ന് ഏറ്റവും നല്ലത് രാവിലെ ഒരു 7 മണി മുതൽ 8-8:30 ഉള്ളിൽ കിട്ടുമെന്ന് നോക്കുക. ആപേക്ഷികാര്യം കുറച്ച് തിരക്ക് കമ്മി ഉണ്ടാവും. ഇവിടെ സുബീസ്കാരം കഴിഞ്ഞേക്കല്ല കേട്ടോ, സുബീസ്കാരം കഴിഞ്ഞേക്ക് സാധ്യത തിരക്കാവും. ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും തവാഫ് കഴിഞ്ഞിട്ട് ചാവിടിക്കാനും ഉറങ്ങാനും ഹിറാൻ കെട്ടാനൊക്കെ പോവുള്ളൂ. അതാണ് കഴിഞ്ഞ് 7 മണിയായാൽ പിന്നെ ആപേക്ഷികമായിട്ട് ഇവിടെ കാര്യം. കാരണം എന്താ, ഈ സുബീസ്കരിക്കാണ്ടായാലും ഞാൻ ലക്ഷങ്ങളൊക്കെ പലരും തെന്നീമുക്ക് പോയി, കുറെ സിദ്ദീഖ് പോയി, കുറെ മദീന പോയി, കുറെ ത്വായിഫൊക്കെ ഉണ്ട്, കുറെ സിദ്ദീഖ് ഉണ്ട്, കുറെ ഹുദൈബിയ ഉണ്ട്, കുറെ ജിറാനുണ്ട്, ലക്ഷങ്ങൾ അങ്ങനെ പോയി പരക്കുകയാണ്. ഓരൊക്കെ കൂടി ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞ 9 പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 7 മണി മുതൽ 8:30 ഉള്ളിൽ ഒരു ദിവസങ്ങളൊക്കെ ഫ്രീ ഉണ്ടെങ്കിൽ, അന്ന് ഉംറല്ല, സിയാറത്തില്ല, ഉസ്താദ്മാരൊക്കെ ഒന്നും പരിപാടി ഇല്ല എങ്കിൽ നമ്മൾ സുബീസ്കരിച്ച് വേഗം ചായ കുടിച്ചൊന്നും കൂടെ ക്യൂല് നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സാധ്യതയുള്ള സമയമാണ്, തിരക്കില്ലാത്ത സമയം എന്ന് ഞങ്ങൾ പറയില്ല. മക്കത്തും മദീനത്തും തിരക്കില്ലെങ്കിൽ അന്ന് ഖിയാമത്ത് തിരക്കുണ്ടാകും. പക്ഷേ ആപേക്ഷികമായി അതിന്റെ മുമ്പുള്ള അവസ്ഥയെ അപേക്ഷിച്ചും ശേഷമുള്ള അവസ്ഥകൾ അപേക്ഷിച്ചും അല്പൊരാശ്വാസമുള്ള സമയം അതാണ് രാവിലെ 7 to 8:30 ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ആശ്വാസമുള്ള സമയം ളുഹറിന്റെ ശേഷം ഒരു 3 മണിക്കുള്ളിലാണ്. ളുഹർസ്കാരം ജമാഅത്തും കഴിഞ്ഞു, ആൾക്കാർക്കോട് ഒഴിഞ്ഞാൽ പിന്നെ ചോറ് വെച്ച് ഒക്കെ കിടക്കൊന്നും വിശ്രമിക്കും. പിന്നെ നല്ല വെയിലല്ലേ, തവാഫ് ചെയ്യുന്ന സ്ഥലം മേൽക്കൂരില്ലാത്ത സ്ഥലമല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ എന്തില്ല, മേൽക്കൂരില്ലല്ലോ, ഇങ്ങനെ വട്ടത്തില്. അപ്പൊ വെയില് കൊള്ളണം, നല്ല വെയിലുണ്ടാകും. വെയിലൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഹജറുൽ അസ്വദ് ഒന്നും കിട്ടുമോ നോക്കന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അല്ല വെയില് കൊണ്ടാ തല കറങ്ങും, തലവേദന എടുക്കും, ഞങ്ങൾ അടങ്ങണ്ട, ചോറിച്ച് റൂമിൽ കടന്നോളി, അസർക്ക് പോന്നാ മതി, എന്നാ രാവിലെ കിട്ടുമോ നോക്കുക. അപ്പൊ ഈ ഉച്ചക്ക് നമസ്കാരം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഒഴിഞ്ഞ ശേഷം ഒരു 3 അസറുവാകുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെയും ആപേക്ഷികമായി തിരക്ക് കമ്മി ആശ്വാസമുള്ള സമയമാണ്. ആ നേരത്തും ഹജറുൽ അസ്വദ് മുത്താൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഹിജ്ർ ഇസ്മായിലൊക്കെ ഇപ്പൊ കിട്ടണമെങ്കിൽ പുതിയ നിയമങ്ങളാണ്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, ഞാൻ പറയാം. അതിന്റെ ഉള്ളിൽ കിട്ടണമെങ്കിൽ പെണ്ണുങ്ങളൊക്കെ കുറെ ബാബുൽ ഫത്താഹിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അങ്ങനെ കോമല ചങ്ങലാക്കിയിട്ടൊരു ബെൽറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഒരു ശ്രമകരമായ ദൗത്യങ്ങളൊക്കെ റൗദി അങ്ങനെ തന്നെ സമയമാണ്. എങ്കിലും എന്ത് ത്യാഗം സഹിച്ചാലും അവിടങ്ങളിലൊക്കെ എത്തിച്ചേരാൻ അല്ലാഹു നമ്മെ സഹായിച്ചു തരട്ടെ. നിങ്ങളും ദുആർക്കിട്ടോ. ഞങ്ങളെക്കൊണ്ടാവതും ഞങ്ങളെക്കൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങളെ സന്തോഷാക്കാൻ പറ്റുക, ഇതൊക്കെ എല്ലാം ലഭ്യമാക്കാൻ പറ്റുക തന്നെ ഞങ്ങൾ നോക്കുള്ളൂ.